നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. 2 ദിവസങ്ങളായി ഫാറൂഖാബാദിൽ വെച്ച് നടന്ന SSF പറമ്പിൽ പീടിക സെക്ടർ സാഹിത്യോത്സവിന് പ്രൗഢമായ പരിസമാപ്തി. സാഹിത്യോത്സവിൽ ആതിഥേയരായ ഫാറൂഖാബാദ് ജേതാക്കളായി. 579 പോയിന്റ് നേടിയാണ് ഫാറൂഖാബാദ് ഒന്നാമതെത്തിയത്. ഫാറൂഖാബാദ് യൂണിറ്റ് ഈ സെക്ടർ സാഹിത്യോത്സവിൽ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പതിയെ പതിയെ പടികയറി അവസാനം രണ്ടാം തവണയോ ടീം ഫാറൂഖാബാദ് SSF പറമ്പിൽ പീടിക സമാപന സംഗമം നന്ദി പ്രകാശിപ്പിക്കുന്നു. യാസിൻ അഷ്റഫ് സിദ്ദീഖ് 464 പോയിന്റോടെ കുന്നത്ത് രണ്ടാമതും 340 പോയിന്റ് നേടി സൂപ്പർ ബസാർ മൂന്നാമതുമെത്തി. കൂമണ്ണ ചെനക്കൽ യൂണിറ്റിലെ KT സഫ്വാൻ കലാപ്രതിഭയായും ഫാറൂഖാബാദ് യൂണിറ്റിലെ അഹമ്മദ് റളാഖാൻ സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. SYS തേഞ്ഞിപ്പാലം സോൺ പ്രസിഡന്റ് KT ബഷീർ കൂമണ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭ അവാർഡ് ജേതാവ് അഷ്റഫ് സക്കാഫി പുന്നത്ത് മുഖ്യാതിഥിയായി. ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാപന സംഗമത്തിൽ സെയ്ദ് അബ്ദുൽ മജീദ് അൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. SMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെയ്ദ് ഷറഫുദ്ദീൻ ജമലിലയിലെ ഉദ്ഘാടനം നിർവഹിച്ച് ട്രോഫികൾ വിതരണം ചെയ്തു. SYS സോൺ ജനറൽ സെക്രട്ടറി U ഷെരീഫ് വെളിമുക്ക് അനുമോദന പ്രഭാഷണം നടത്തി. ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ജനറൽ സെക്രട്ടറി കോയമോൻ തങ്ങൾ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ VP ദിനേഷ്, മുൻ വാർഡ് മെമ്പർ PC ബീരാൻകുട്ടി, ഷിഹാബ്, യാസിൻ അഷ്റഫ് സിദ്ദീഖി, ഷിഹാബുദ്ദീൻ സക്കാഫി, നൌഫാൻ ഹുമൈദി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.